ഗുഡ് ഈവനിങ് ഓൾ. നേഷണൽ സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. 2025 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിട്ട് തീരട്ടെ. നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമായിട്ട് 2025 മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എല്ലാമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. സോ ഈ പുതുവർഷത്തിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ PSC എക്സാം ആയിട്ടുള്ള DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന്റെ തീയതി വന്നിരിക്കുകയാണ്. സോ പലരെയും സംബന്ധിച്ച് ഒരു വളരെ 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 സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അത് ഡേറ്റ് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് പലരെയും സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത് എന്നുള്ളത്. കൂടാതെ ഈ പുതിയ വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അവസരങ്ങളാണ് ഓരോ ദിവസം കഴിയും വന്നുകൊണ്ടിരിക്കുന്നത്. DME JPHN എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. എന്നാൽ അതിന്റെ ഒത്തിരി 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 വേക്കൻസി നമ്മുടെ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിംഗ് പോലെ തന്നെ നടക്കുന്ന എക്സാം ആണ് DHS JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് എക്സാം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പോസ്റ്റിംഗ് കഴിഞ്ഞ എക്സാമുകൾ നടന്നതാണ്, കഴിഞ്ഞ നടന്നതാണ്. അത് മാത്രമല്ല ഇപ്പൊ തന്നെ 150-ലധികം വേക്കൻസീസ് പല ജില്ലകളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് കൂടാതെ വീണ്ടും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ IMSന്റെ ഒക്കെ JPHN എക്സാം വരുന്നുണ്ട്. അതും ഡേറ്റ് ആയിട്ടുണ്ട്. NC വേക്കൻസി ചില റിസർവേഷൻ കാറ്റഗറിയുടെ ഒഴിവുകളും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. സോ ഇതിനൊക്കെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്ന് തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. സോ വളരെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ. കാരണം JPHN വളരെ പോസ്റ്റ് നടക്കുന്ന ഒരു സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിംഗ് വരെ തന്നെ DHSൽ DMEയിൽ അധികം പോസ്റ്റിംഗ് ഇല്ല, പക്ഷെ DHSൽ നല്ല പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ സ്റ്റാറ്റസ് എല്ലാമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില റിസർവേഷൻ കാറ്റഗറിക്ക് വളരെ നല്ല അവസരങ്ങളാണ് പല ജില്ലകളിൽ വന്നിരിക്കുന്നത്. സോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അതിന്റെ എക്സാം ഡേറ്റ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. സ്വന്തം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ DME സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ DME PSC പഠിക്കുന്നതിന്റെ ഒരു 50% പോലും വേണ്ട ശരിക്കും JPHN. ഒന്ന് മര്യാദയ്ക്ക് അത് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആ ജോലിയിൽ കിട്ടും. ഒരു ഡൗട്ടും വേണ്ട. ഒന്ന് മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിട്ട് മാറുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. സോ അപ്പൊ ഈ ഓരോ എക്സാമിന്റെയും എക്സാം ഡേറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന കേരള PSCയുടെ എക്സാം കലണ്ടർ അനുസരിച്ചുള്ള കൃത്യമായ ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. 2024 ഡിസംബർ 31 വരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷന്റെയും എക്സാം ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കേരള PSCയുടെ കലണ്ടർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. സോ അപ്പൊ ഈ JPHന്റെ എല്ലാ റിസർവേഷൻ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും DHS DME ഉൾപ്പെടെ എല്ലാ എക്സാമിന്റെയും ടൈം ടേബിൾ ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DMEയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിയോ എക്സാമിന്റെയും എക്സാം ഡേറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് റെയിൽവേ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന് വേണ്ടി മാർച്ചിൽ നടക്കാൻ പോകുന്ന റെയിൽവേ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോഴത്തെ DME എക്സാം ഡേറ്റിലൂടെ വന്നിരിക്കുന്നത്. കാരണം അവർക്ക് മാർച്ചിലെ റെയിൽവേയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയമെടുത്ത് തന്നെ മൈനർ സബ്ജക്ട്സ് കൂടുതൽ സമയം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സബ്ജക്ട്സിന്റെ മാർക്കുകൾ കൂടുതലായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് ഈ DME എക്സാമിന് വേണ്ടി പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ചൊരു സമയമാണ് എക്സാം ഈ ടൈം ടേബിളിലൂടെ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. വളരെ കുറേയധികം പേരെ സംബന്ധിച്ചെങ്കിലും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു ടൈം ടേബിൾ ആണ് ഇപ്പൊ, അല്ലെങ്കിൽ എക്സാം കലണ്ടർ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. സോ അവർക്ക് ആവശ്യത്തിന് പഠിക്കാൻ സമയം കിട്ടിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾക്ക് ആവശ്യത്തിന് പഠിക്കാൻ സമയമുണ്ട്. കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് 14 സബ്ജക്ട്സും ഒരുപോലെ കംപ്ലീറ്റ് സ്ട്രാറ്റജികളിലൂടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ എക്സാം, പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളും യൂണിറ്റ് എക്സാമുകളും സബ്ജക്ട് എക്സാമും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയി എക്സാം എഴുതാൻ ആവശ്യത്തിന് സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം 14 സബ്ജക്ട്സും ഒരുപോലെ കംപ്ലീറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. ഇനി നമുക്ക് ഈ ഓരോ എക്സാമിന്റെയും ടൈം ടേബിൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. 24 ആദ്യം വന്ന ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ഒരു എക്സാം പലരും കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റ് എങ്ങനെയാ വന്നോ എന്നുള്ളത്. അല്ലെ, അടുത്ത എക്സാം ഡേറ്റ് ഈ 2025 ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തിനിടയിലായിരിക്കും ഉണ്ടാവുന്നത്. 3 മാസത്തെ കലണ്ടർ വെച്ചാണ് അവർ കേരള PSC ഇട്ടിരിക്കുന്നത്.
സോ ഈ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തില് കലണ്ടർ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മാർച്ച് വരെയുള്ള എക്സാം കലണ്ടർ ഓൾറെഡി വന്നിട്ടുണ്ട്, മാർച്ച് വരെ ഉള്ളത്. ഇനി ഏപ്രിൽ അതിൽ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ മെയ്യോ ജൂണിലോ ആയിരിക്കും ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ എല്ലാ എക്സാമുകളും ഉണ്ടാകും. അതുപോലെ തന്നെ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ അതിൽ വരുന്നത് 2025 ഏപ്രിൽ, മെയ്, ജൂൺ തന്നെയാണ്. അത് ശരിക്കും ഈ രണ്ടും ഒരുമിച്ച് ഒറ്റ എക്സാം ആയിട്ട് തന്നെ നടക്കാനായിരിക്കും സാധ്യത ഈ സ്പെഷ്യൽ എക്സാമിന്റെ കൂടെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ 48/2024 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി, ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതും എക്സാം ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു ഒറ്റ എക്സാമിന്റെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST 336/2024 അത് ഏപ്രിൽ, മെയ്, ജൂൺ ആ ടൈമിലാണ്. അതുപോലെ 470/2024 ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് കൂടെ വന്ന മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിന്റെ എക്സാമും ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ഞാൻ പറഞ്ഞതുപോലെ മാർച്ച് വരെയുള്ള കലണ്ടർ വന്നു കഴിഞ്ഞു. ഇനി ഏപ്രിലാണ് നോക്കേണ്ടത്. പിന്നെ മെയ്യോ ജൂൺ ആയിരിക്കാം നടക്കുക. 90% മെയ്യിൽ തന്നെ പ്രതീക്ഷിച്ച് വേണം പഠിക്കാനായിട്ട് കേട്ടോ. നമ്മുടെ സ്റ്റാഫ് നേഴ്സ് എക്സാം മെയിൽ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് ശരിക്കും പഠിച്ചു വരുന്നത്. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെ വന്നത് സാധാരണ അങ്ങനെയാണ് വരിക. ഏപ്രിൽ, മെയ്, ജൂൺ ഞങ്ങൾ അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് മെയ് ആണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ DME സ്റ്റാഫ് നേഴ്സ് പക്ഷെ കുറച്ചുകൂടി ടൈം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്കെ നമുക്ക് അടുത്ത വരെ മനസ്സിലാക്കാം. അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് DHSന്റെ കഴിഞ്ഞ ദിവസം വന്ന ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷൻ 520/2024 എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ, മെയ്, ജൂണിൽ തന്നെയാണ്. നോക്കുക. അപ്പോ ഇതെല്ലാം ഒറ്റ എക്സാമിൽ തന്നെയുണ്ട്. പക്ഷെ DHSന്റെ എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ തന്നെ 150 വേക്കൻസിലധികം ഉണ്ട്. അത് എല്ലാ ജില്ലയിലും അത്യാവശ്യം പോസ്റ്റിംഗ് നടക്കുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. സ്റ്റാഫ് നേഴ്സ് PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അത് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ല ചാൻസ് ആണ്. നമ്മുടെ DME PSC പഠിക്കുന്നത് 50% പോലും വേണ്ട. ശരിക്കും ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടുന്ന ജോലിയാണ് കേട്ടോ. യെസ്, നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആണ് ശരിക്കും, ബോണസ് ആണ് ശരിക്കും ആ ഒരു എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പല NCയുടെ ഈഴവയുടെ വന്നിട്ടുണ്ട്, SCയുടെ വന്നിട്ടുണ്ട്, STയുടെ വന്നിട്ടുണ്ട് ചില ജില്ലകളിൽ. അതുപോലെ മുസ്ലിം കാറ്റഗറിയുടെ, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, അതുപോലെ OBC, വിശ്വകർമ്മ ഇതിലൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തന്നെ JPHന്റെ വന്നിട്ടുണ്ട്. അതും ഈ ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ അപ്പൊ എല്ലാം ഒറ്റ എക്സാം ആയിട്ട് തന്നെയാണ് നടക്കാൻ സാധ്യത കേട്ടോ. അതിൽ SCCC, അതുപോലെ ധീവരയുണ്ട്, ഹിന്ദു നാടാറുണ്ട്, അതുപോലെ മുസ്ലിം കാറ്റഗറി ഇതിനെല്ലാം NC വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ്. നമുക്ക് വേണ്ടത് സ്റ്റാഫ് നേഴ്സ് എക്സാം ആണ് അല്ലെ? നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ആണ്. സോ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ ST ഹെൽത്ത് സർവീസിലെ സ്റ്റാഫ് നേഴ്സ് ST കാറ്റഗറിയുടെ റിക്രൂട്ട്മെന്റിന്റെ 202/2024 കാറ്റഗറിയുടെ എക്സാം 2025 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇത് തന്നെയാണ് നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSCയുടെയും ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഒറ്റ എക്സാം തന്നെയാണ് കേട്ടോ. 3 എക്സാം ഒരുമിച്ചായിരിക്കും നടക്കുക. നോക്കുക, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തിലായിരിക്കും നടക്കുക. സോ എങ്കിൽ കൂടെ നമുക്ക് ആവശ്യത്തിന് സമയത്ത് ഇനിയും 6 മാസം, മിനിമം 6 മാസം ഉണ്ട്. ഈ ജൂലൈയിൽ ആദ്യത്തെ ആഴ്ച നടന്നാൽ പോലും 6 മാസം മിനിമം ഉണ്ട്. സോ എങ്ങനെ പോയാലും ഒരു 7 മാസത്തോളം സമയം മിനിമം നിങ്ങൾക്ക് ആവറേജ് കിട്ടും. ഇനി അത് ഓഗസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 8 മാസം കിട്ടും. സെപ്റ്റംബറിലേക്ക് പോയാൽ 9 മാസമാണ്. എങ്ങനെ പോയാലും ഒരു 7 മാസം ഇനി പഠിക്കാൻ ലോട്ടറി അടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പൊ പഠിച്ചു തുടങ്ങിയ പലരും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആണ്. ഇത് ഞാൻ പഠിച്ചു തീരുമോ, ഇനി പഠിച്ചു തീരുമോ? കുറേയധികം പേര് ആദ്യം പഠിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയവര്, അല്ലെങ്കിൽ പഠിത്തം നിർത്തിയവര് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നപ്പോ വീണ്ടും ഇനി ഞാൻ പഠിച്ചു തുടങ്ങി പഠിച്ചു തീരുക ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. സോ 7 മാസമെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലാണ് പുതിയ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. സോ എല്ലാവരും ദയവ് ചെയ്ത് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിച്ച് പ്രോപ്പറായിട്ട് തീർക്കാൻ പറ്റും. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. അതേ നോക്കി അടുത്ത 469/2024 സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മുടെ എക്സാം. നോക്കി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2025 കലണ്ടർ കേരള PSCയിൽ വന്നിരിക്കുന്നത്. സോ ദയവ് ചെയ്ത് ടെൻഷൻ അടിച്ച് വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് ഊർജം നേടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി. 7 മാസം നമുക്ക് ധാരാളം മര്യാദയ്ക്ക് പഠിക്കാനായിട്ട്. ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി പഠിച്ചാൽ മതി. പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തിയവരും ഒക്കെ ടെൻഷൻ, ഇനി പഠിച്ചാൽ തീരില്ല എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയവരും ഒക്കെ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. 7 മാസം മിനിമം നിങ്ങൾക്ക് ഇനിയും കിട്ടും.
ഓക്കെ ആണോ? സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയെങ്കിലും ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ 523/2024 ഗ്രേഡ് 2 എക്സാം, അതുപോലെ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നേഴ്സ് ഗ്രേഡ് 2 ഹോമിയോപ്പതി 332/2024 അതിന്റെയും എക്സാം ഈ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് കൂടെ തന്നെ ഉണ്ടാവും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ വളരെ വലിയൊരു അവസരമാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പഠിച്ച്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു തുടങ്ങൂ. പഠിച്ച് കംപ്ലീറ്റ് ചെയ്തെഴുതൂ 14 സബ്ജക്ട്സ്. നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി നിർത്തി. പകുതി സബ്ജക്ട്സ് പഠിച്ചിട്ട് മുഴുവൻ സബ്ജക്ട്സ് പഠിച്ചവരുടെ ഒപ്പം എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് നിർത്തി. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ. ഈ 2025 എന്റെ തീരുമാനം ഇതാണ്. ഞാൻ ഈ 14 സബ്ജക്ട്സും പഠിച്ച് തീർത്ത് പ്രോപ്പറായിട്ട് മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മോഡൽ എക്സാം, OMR എക്സാമുകൾ എല്ലാം എഴുതി, LMR ക്വിക്ക് ബൂസ്റ്റ് പോയിന്റ്സും എൻഗ്ലക്സ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു തവണ എക്സാം എഴുതും. ഒരു തീരുമാനം ഈ ന്യൂ ഇയറിൽ നിങ്ങൾ വേറെ ഒരു റെസൊല്യൂഷൻസ് എടുക്കണ്ട. ഈ ഒരൊറ്റ തീരുമാനം അല്ലെ, പുതിയ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും തീരുമാനം എടുക്കും. ഈ ഒരു വർഷം ഈ ഒരു തീരുമാനം എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഞാൻ എക്സാം 14 സബ്ജക്ട്സും പഠിച്ച് PSC എനിക്ക് ഈ എക്സാമിന് അടുത്ത് തന്നിട്ട് സിലബസ് മുഴുവൻ പഠിച്ച് ഞാനൊരു എക്സാം എഴുതി ഞാൻ ജോലിയിൽ കയറും. അങ്ങനെ തീരുമാനിച്ച് ഒരു തവണ എക്സാം എഴുതി നോക്കൂ, നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഞങ്ങളൊക്കെ അനുഭവസ്ഥരല്ലേ, അല്ലേ? ഞങ്ങളൊക്കെ ജോലി ചെയ്തിട്ട് പറഞ്ഞിരുന്നവരാണ്. ഈ എക്സാമുകളെല്ലാം ടാക്കിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരാണ്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് വീണ്ടും വീണ്ടും വീണ്ടും. സോ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിനായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ബാച്ച് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെന്റൽ ഹെൽത്ത് നേഴ്സിംഗ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. സോ ദയവായി ഇനി ആരെങ്കിലും ജോയിൻ പഠിക്കാനായിരിക്കും ദയവ് ചെയ്ത് സമയം കളയല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എപ്പോഴും പഠിച്ചു തീർക്കും. നിങ്ങൾക്ക് അടുത്ത റൗണ്ട് റിവിഷനിലേക്ക് പോകണം. ഞങ്ങൾക്ക് ഓൾറെഡി റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത ഫൈനൽ നമുക്കൊരു 2 മാസം റിവിഷൻ പ്ലാൻ തന്നെ ഉണ്ട്. അതിലേക്ക് നമുക്ക് എത്രയും വേഗം നിങ്ങളെ എത്തിക്കണം. എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. 2025 നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു വർഷമാണ്. കാരണം കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് ഞങ്ങളുടെ സ്വപ്നമാണ് നേഴ്സ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ റീലോഞ്ച് എന്ന് പറയുന്നത്. ഒരു പുതിയ എല്ലാ രീതിയിലും കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആപ്പിനെ നിർമ്മിക്കുക എന്നുള്ളത്. ആ ഒരു ആപ്പ് ജനുവരി 2025 അർദ്ധരാത്രി 12 മണിക്ക് റീലോഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റഡ് ആപ്പ് കിട്ടുന്നതാണ്. ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഓൾറെഡി ഉള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ലോഗിൻ ചെയ്ത് ഒരു കാരണവശാലും രജിസ്റ്റർ ആയിട്ട് തന്നെ ചെയ്യാം. സോ നിങ്ങൾ അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ കണ്ടന്റും ഒക്കെ എല്ലാവരും നിങ്ങളുടെ കോഴ്സ് ഫോൾഡറുകളൊന്ന് നോക്കി നോക്കുക. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ആപ്പിൽ ഇപ്പോൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്രയധികം കണ്ടന്റും ഇത്രയും സിസ്റ്റമാറ്റിക് എല്ലാ രീതിയിലും നിങ്ങളെ എക്സാമിന് സഹായിക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റ് വൈസ് ഉള്ള ഒരു കോഴ്സ് ഫോൾഡർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ മികച്ച ആപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് ഇതിന്റെ ഒരു 50% എങ്കിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തി. ഇത്ര ഞങ്ങൾ പറയുള്ളൂ, 50% എങ്കിലും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാവും. അതിൽ ഒരു ഡൗട്ടും ഞങ്ങൾക്കില്ല. അത്രയും ഞങ്ങളുടെ എഫർട്ടാണ് കഴിഞ്ഞ 8 മാസത്തെ. അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള കണ്ടന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കുഞ്ഞു 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 ടോപ്പിക്കലായിട്ട് തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും ഓരോ സബ്ജക്ട്സിനും 10 മോഡൽ എക്സാമാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കലായിട്ട് തന്നെ നിങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് കണ്ടോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കണ്ടോ, ടെമ്പറേച്ചർ, ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ്, നഴ്സിംഗ് തിയറീസ്, ദെൻ നഴ്സിംഗ് ഫോൾഡറുകൾ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. നേരത്തെ എടുത്ത ഫോട്ടോസ് ആണ്. നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ നഴ്സിംഗ്, നഴ്സിംഗ് പ്രൊഫഷൻ, അങ്ങനെ ഓരോ കുഞ്ഞു 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 ടോപ്പിക്കുകളായിട്ട് കംപ്ലീറ്റ് 49ഓളം ടോപ്പിക് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ടാണ് നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന്റെ മാത്രം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. സോ ആ ഓരോ കുഞ്ഞു ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ടോപ്പിക്കിലെ ഓൾ ഇന്ത്യ കംപ്ലീറ്റ് നഴ്സിംഗ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നിങ്ങൾക്ക് തോൽക്കേണ്ടി വരില്ല. പിന്നെ 2-3 ടോപ്പിക്ക് വരുമ്പോൾ ഒരു യൂണിറ്റ് എക്സാം വരും. അങ്ങനെ ഒരു 10 യൂണിറ്റ് എക്സാം എങ്കിൽ 25 ക്വസ്റ്റ്യൻ വെച്ചുള്ള കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റിനും 10 മോഡൽ എക്സാം കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ മാസവും നിങ്ങൾക്ക് ഓൺലൈൻ മോഡൽ എക്സാം ഉണ്ട്. കൂടാതെ ഈ ആഴ്ച മുതൽ എല്ലാ മാസവും നിങ്ങൾക്ക് OMR ഓൾ കേരള ഫ്രീ മോഡൽ എക്സാം വരുന്നുണ്ട്. എല്ലാ രീതിയിലും പിന്നെ LMR ക്വിക്ക് ബൂസ്റ്റ് പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഓരോ ടോപ്പിക്കിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള വൺ ലൈനറുകളാണ്. അത് മാത്രം നിങ്ങൾക്ക് ഏത് നഴ്സിംഗ് എക്സാമിനും 50% പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതിലൊന്ന് മാത്രം കിട്ടും. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രം, നിങ്ങൾ വേറെ ഒരു തിയറി നോട്ടും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ആ വൺ ലൈനറുകൾ മാത്രം പഠിച്ചാലും നിങ്ങൾ കംപ്ലീറ്റ് സിലബസിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിസിലുള്ള ബൂസ്റ്റർ പോയിന്റുകൾ കിട്ടും, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് മാത്രം പഠിച്ചെഴുതിയാൽ നിങ്ങൾക്ക് ജോലി 100% ഉറപ്പാണ്. ഇത്രയും കഷ്ടപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന ആപ്പാണ്.
ഇത്രയും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിന്റെ ഒരു 50% തയ്യാറായി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത DME എക്സാമിന് ആദ്യ റാങ്കിലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മൈനർ സബ്ജക്ട്സിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് സ്റ്റാറ്റി, സൈക്കോളജി, സോഷ്യോളജി, മൈക്രോളജി സബ്ജക്ട്സുകളുടെ പ്രാക്ടീസ് ക്വസ്റ്റിനുകളും യൂണിറ്റ് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. കാരണം അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് കോമ്പറ്റീവ് എക്സാം വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നേക്കുന്നതെന്ന്. ഇത് വെച്ചുള്ള വൺ ലൈനറുകളും പ്രാക്ടീസ് ക്വസ്റ്റുകളും യൂണിറ്റ് ടെസ്റ്റുകളും 10 മോഡൽ എക്സാം ആണ് ഓരോ കുഞ്ഞു സബ്ജക്ട്സ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അത് ഞാൻ 500 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിസ് ആണ്. ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഉള്ള സബ്ജക്ട്സിൽ ഒരു മാർക്കും പോവില്ല. കഴിഞ്ഞ എക്സാം 18 മാർക്ക് കുട്ടികൾക്ക് ഉറപ്പായിട്ട് കിട്ടിയതാണ് അല്ലെ? ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊന്ന് പറയാം അല്ലെ? മിനിമം 18 മാർക്ക് കിട്ടിയവരാണ് 20-ല്. ഒന്ന് മര്യാദയ്ക്ക് പഠിക്കുക. നിങ്ങൾ GNM ആയിക്കോട്ടെ, പോസ്റ്റ് PSC, MSc ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അത് കാര്യമല്ല. നിങ്ങൾ ജോലി കിട്ടാനായിട്ട് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് തിയറി നോട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തന്നെ അവൈലബിൾ ആവും. ആ തിയറി നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ പോയിന്റുകൾ എഴുതും. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ ഏതാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ഏത് ചോദിച്ച ചോദ്യമാണെന്ന് വരെ അതിനകത്ത് നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് മാത്രം വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ജോലി കിട്ടാം. അതിനപ്പുറത്ത് ഒരു മികച്ച നോട്ട് നിങ്ങൾക്ക് കിട്ടാനില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും റിസർച്ച് ചെയ്താണ് നമ്മൾ ഓരോ തിയറി നോട്ടിന്റെ ടോപ്പിക്കിനകത്ത് ക്വസ്റ്റ്യൻ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയും തരുന്നത് നിങ്ങൾക്ക്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് ഒരു തവണ ഒറ്റ റിക്വസ്റ്റ് ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് തോന്നുന്നവര് ഉറപ്പായിട്ട് നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരേ ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക്കിന്റെ പുതിയ അപ്ഡേറ്റ് ലേണിംഗ് ആപ്പിനോടൊപ്പം ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ DME PSC എക്സാം എഴുതിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ജോലി കയറിയിരിക്കും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. സെയിം സിസ്റ്റമാറ്റിക് നിങ്ങൾ കണ്ടന്റ് ആപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യും പ്ലീസ്. ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഇത്തവണ. ഒരേ ഒരു തവണ നിങ്ങൾ അത് 50% കംപ്ലീറ്റ് ചെയ്തു. കാരണം കഴിഞ്ഞ എക്സാമിൽ ഒക്കെ സംഭവിച്ചുകൊണ്ട് പറയുകയാണ്, കംപ്ലീറ്റ് ചെയ്തില്ല നിങ്ങൾ. നിങ്ങളുടെ ജോലിയും കുട്ടികളെയും നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പഠിക്കുകയുള്ളൂ. കംപ്ലീറ്റ് പറ്റാറില്ല പലപ്പോഴും. അത് ഇത്തവണ ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ DME അതുപോലെ DHSന്റെ JPH ഞാൻ പറഞ്ഞു, DHS JPH വളരെ വലിയൊരു അവസരമാണ്. കഴിഞ്ഞ JPH എക്സാം എന്തുമാത്രം നമ്മുടെ കുട്ടികളാണ് ജോലിയിൽ കയറിയതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഫേസ്ബുക്കിൽ, യൂട്യൂബിന്റെ ഒക്കെ ഇതിൽ നമ്മൾ അതിന്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ ആപ്പിനകത്ത് തന്നെ ടോപ്പ് റാങ്കേഴ്സിന്റെ എല്ലാവരുടെയും അവൈലബിൾ ആണ്. JPH ആർക്കൊക്കെ ജോലി കിട്ടിയെന്നുള്ളത്. അല്ല, ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ റാങ്ക് കിട്ടി, കഴിഞ്ഞ ഇതിലെ ഇനിയും ഇടാനുണ്ട് ജോലി കിട്ടിയവരുടെയും റാങ്ക് കിട്ടിയവരുടെയും. അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ടോപ്പ് റാങ്കേഴ്സിന്റെ ഒരു ഫുൾ ഫേസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെയും ഫോട്ടോസ് അതിനകത്ത് കാണാം. ഇപ്പോൾ DHS നിങ്ങൾക്കറിയാം വളരെയധികം പോസ്റ്റ് നടക്കുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ ധാരാളം കുട്ടികൾ കഴിഞ്ഞ DHS എക്സാമിൽ DHS JPH എക്സാം ജോലിയിൽ കയറിയവരാണ്. അതുകൊണ്ട് തന്നെ JPHന് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജനുവരി 5-ാം തീയതി JPHന് വേണ്ടി മാത്രമായിട്ട്. കാരണം ഇന്ന് 41 വയസ്സിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പൊ DME PSCക്ക് ഏജ് ഓവർ ആയവർക്കും JPH എക്സാമിന് തയ്യാറെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒത്തിരി കുട്ടികൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ജനുവരി 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഫീസ് 6,000 മാത്രമാണ്. നിങ്ങൾക്ക് 2 തവണ പേ ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് ആരെങ്കിലും JPH എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജ് അയക്കാം. താഴത്തെ തന്നെ കോൺടാക്ട് നമ്പറുകളിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതാണ്. സോ ഇനിയും DME PSC പരീക്ഷയ്ക്ക് അതുപോലെ JPHനൊക്കെ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പഠിക്കുന്നവർക്കും നമ്മുടെ എത്രയും വേഗം നമ്മുടെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുക. നമുക്കറിയാം, നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ തീർത്ത് റിവിഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. നമുക്കറിയാം 1-2 ക്ലാസ്സിൽ നടക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് 2 മാസത്തെ പൂർണ്ണമായ റിവിഷനിലേക്ക് മാത്രമായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലാതെ തന്നെ മാർച്ച് 1-ാം തീയതി നമ്മൾ റിവിഷൻ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ സബ്ജക്ട്സുകളുടെ വീണ്ടും ആദ്യം മുതൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദയവ് ചെയ്ത് ഇനിയും ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിനോടൊപ്പം ഒരു തവണ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ് 25,000-ത്തിലധികം പ്രാക്ടീസ് ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. യൂണിറ്റ് എക്സാമ്പിൾ ഓരോ സബ്ജക്ട് 10-ലധികം യൂണിറ്റ് എക്സാം അവൈലബിൾ ആണ്. ഓരോ സബ്ജക്ട് 10 മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. അത് ഓരോ മാസം റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തിയറി നോട്ട് കംപ്ലീറ്റഡ് ആയിരുന്നു PDF ഫോർമാറ്റിൽ നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ മാസവും OMR മോഡൽ എക്സാം ഉണ്ട്. എല്ലാ മാസവും ഓൺലൈൻ മോഡൽ എക്സാം ഉണ്ട്. അതുപോലെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ വിത്ത് OMR ഷീറ്റ് എല്ലാ ആഴ്ച OMR എക്സാം അറ്റൻഡ് ചെയ്തും സബ്ജക്ട് ഫിൽ പ്രിപ്പയർ ആയിട്ട് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ ആദ്യ ബാച്ചിൽ 62 ക്വസ്റ്റ്യൻ പേപ്പറായി അല്ലെ? ഇത് കൂടാതെ LMR 50 ബൂസ്റ്റ്, അത് മാത്രം ജോലി കിട്ടും. ഇതിന് വേണ്ടി നോട്ടിന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ തിയറി നോട്ട് എന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു ഓരോന്നിനും ടോപ്പിക്കിനകത്ത് കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്. അത് കൂടിയതാണ് ഈ LMR 50 ബൂസ്റ്റ് പോയിന്റ് തരുന്നത്. അത് മാത്രം പഠിച്ചാൽ നിങ്ങൾ ജോലി കിട്ടും 100% ഉറപ്പായിട്ടും. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ഡൗട്ടും വേണ്ട.
കേരളത്തിലെ ഏറ്റവും മികച്ച ആപ്പ് തന്നെയാണ് ഈ നേഴ്സസ് സക്സസ് ലേണിംഗ് ആപ്പ്, പുതിയ അപ്ഡേറ്റഡ് ആപ്പ് എന്ന് പറയുന്നത്. ഒരു ഡൗട്ടും ആർക്കും വേണ്ട. ഇത് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് നോട്ട് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. ഇത്ര വർഷങ്ങളായി നിങ്ങൾക്ക് അറിയുന്നതാണ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ. ഒരു തവണ നിങ്ങൾ ദയവായിട്ട് പ്രിപ്പയർ ചെയ്യുക. നേഴ്സസ് സക്സസ് ലേണിംഗ് ആപ്പിനോടൊപ്പം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ 14 സബ്ജക്ട് ഒരുപോലെ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതുക. അതാരായാലും, അത് എവിടെ പഠിക്കുന്നവരായാലും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട കേട്ടോ. എല്ലാവർക്കും 2025 ഏറ്റവും മികച്ച വർഷമായിട്ട് മാറട്ടെ. ഞങ്ങൾ അതിന്റെ ഭാഗമാകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.